1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷം ആരെങ്കിലും ബഹിഷ്കരിച്ചിരുന്നോ? ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംഘടന ആവശ്യപ്പെട്ടിരുന്നോ? ലഭ്യമായ വിവരങ്ങൾ ഒന്ന് നോക്കാം. 1947 ഓഗസ്റ്റ് 10 ദ ബോംബെ ക്രോണിക്കിളിലെ വാർത്തയാണിത്. ഹിന്ദു മഹാസഭ വർക്കിംഗ് കമ്മിറ്റി അവരുടെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ബോയ്ക്കോട്ട് ഓഫ് ഓഗസ്റ്റ് 15 സെലിബ്രേഷൻസ്, ഹിന്ദു മഹാസഭ ടു ഹോൾഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് തലക്കെട്ട്. ഓഗസ്റ്റ് 15 ആഘോഷം ഹിന്ദു മഹാസഭ ബഹിഷ്കരിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന്. വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെ: അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ വർക്കിംഗ് കമ്മിറ്റി ഇന്ന് രാവിലെ ഇവിടെ 3 മണിക്കൂർ യോഗം ചേർന്നു. സമിതി കൈക്കൊണ്ട തീരുമാനം അനുസരിച്ച് ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയില്ല. പകരം രാജ്യത്തെ വിഭജിച്ചതിൽ പ്രതിഷേധിച്ച് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. ഈ തീരുമാനം എടുത്ത യോഗത്തിൽ ഭാരതരത്നം നൽകി ആദരിക്കണമെന്ന് സംഘപരിവാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന വിനായക് ദാമോദർ സവർക്കറായിരുന്നു അധ്യക്ഷൻ. ബ്രിട്ടീഷുകാർക്ക് 7 വട്ടം മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ ജയിലിൽ നിന്ന് മോചിതനായ അതേ സവർക്കർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് കൂടി നോക്കാം. 1947 സ്വാതന്ത്ര്യദിനത്തെ ആവേശത്തോടെയാണ് പാർട്ടി എതിരേറ്റത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയുടെ തലക്കെട്ട് നമുക്ക് മുന്നിലുള്ള കടമകൾ ഏറ്റെടുത്ത് മുന്നോട്ട്, ഇന്ത്യയിലെ ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭ്യർത്ഥന എന്നായിരുന്നു. ദേശീയാഹ്ലാദത്തിൻ്റെതായ ആ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അണിചേരുമെന്ന് പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചു. മുംബൈയിൽ പാർട്ടി ആസ്ഥാനത്ത് ദേശീയ പതാക പാറി. കേരളത്തിലും പരിപാടികൾ നടന്നു. 1947 ഓഗസ്റ്റ് 15 ദേശാഭിമാനി 1-ാം പേജിൽ ദേശീയ പതാകയുടെ ചിത്രവും സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയുമാണ് ഇറങ്ങിയത്. ആഘോഷത്തെപ്പറ്റി 17 പത്രത്തിലെ ഒരു വാർത്ത ഇങ്ങനെ പറയുന്നു: 14 അർദ്ധരാത്രി മുതൽ തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 100 കണക്കിന് നാട്ടുകാർ പാർട്ടി ഓഫീസിൽ രാത്രി 12 മണിക്ക് ശേഷം പതാക ഉയർത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഉറക്കമിളച്ചു കാത്തിരുന്നു. കൃത്യസമയത്ത് സഖാവ് കെ കേരളീയൻ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നാട്ടിയിരുന്ന വമ്പിച്ച കൊടിമരത്തിന്മേൽ ത്രിവർണ്ണ പതാക ഉയർത്തി. ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഒരേ ഒരു കൂട്ടരാണ് 1947 ഓഗസ്റ്റ് 15 പരിപാടികൾ ബഹിഷ്കരിച്ചത്. അത് ഇന്നത്തെ സംഘപരിവാറിന്റെ മുൻമുറക്കാർ മാത്രം. പിന്നെ അവരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് ഒരു പങ്കുമില്ലാത്ത, അവർ ഒറ്റിക്കൊടുക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ള സമരം വിജയിച്ച് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് അവരെന്തു വേണം? ആരോ പൊരുതി ജയിച്ചതിന് അവർക്ക് എന്താഘോഷം?